നമസ്കാരം എല്ലാവർക്കും കമ്പനി ബോർഡ് LGSന്റെ മറ്റൊരു ക്യാപ്സ്യൂൾ സെഷനിലേക്ക് സ്വാഗതം. ഞാൻ ലക്ഷ്മി TS. നമ്മൾ ഇന്ന് കമ്പനി ബോർഡ് LGSന്റെ 10ാമത്തെ ക്യാപ്സ്യൂൾ സെഷനിലേക്ക് വരുമ്പോൾ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ജില്ലകളും അതിന്റെ അപരനാമങ്ങളുമാണ്. പ്രീവിയസ് ഇയർ ചോദ്യങ്ങളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട മിക്ക ക്വസ്റ്റ്യൻസും നമുക്ക് ഈ LGS 10th ലെവൽ പരീക്ഷകളിലായിട്ടൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മുടെ പ്രധാനപ്പെട്ട ജില്ലകളുടെ ആ അപരനാമങ്ങൾ വിശേഷണങ്ങളൊക്കെ നമുക്കൊന്ന് പഠിച്ചിട്ട് പോകാം. ഓക്കെ, അപ്പോ ശ്രദ്ധിച്ചിരിക്കുക, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ആദ്യം നമ്മൾ പോകുന്നത് അങ്ങ് കാസർഗോഡേക്കാണ് കേട്ടോ. കാസർഗോഡ് എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം ദൈവങ്ങളുടെ നാട് അല്ലേ. ദൈവങ്ങളുടെ നാടെന്ന് പറയുന്നത് ഏത് ജില്ലയാണ്? കാസർഗോഡാണ്. ദൈവങ്ങളുടെ നാട് മാത്രമല്ല സപ്തഭാഷാ സംഗമ ഭൂമി. എന്താണ്? സപ്തഭാഷാ സംഗമ ഭൂമി എന്ന വിശേഷണമുള്ള എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ്? കാസർഗോഡാണ് കേട്ടോ. കാസർഗോഡിനെയാണ് സപ്തഭാഷാ സംഗമ ഭൂമി എന്ന് പറയുന്നത്. സപ്തഭാഷാ സംഗമ ഭൂമി. നദികളുടെ നാടെന്ന് പറയുന്നു. നദികളുടെ നാട്. അപ്പൊ ദൈവങ്ങളുടെ നാടാണ്, നദികളുടെ നാടാണ്, മാത്രമല്ല സപ്തഭാഷാ സംഗമ ഭൂമിയാണേത് കാസർഗോഡ് എന്ന് പറയുന്നത്. പഠിച്ചു കഴിഞ്ഞല്ലോ. അപ്പോ ദൈവങ്ങളുടെ നാടെന്നറിയപ്പെടുന്ന ജില്ല ഒരു ഡൗട്ടും ഇല്ല, കാസർഗോഡാണ്. നദികളുടെ നാട് കാസർഗോഡാണ്. സപ്തഭാഷാ സംഗമ ഭൂമി കാസർഗോഡാണ്. കഴിഞ്ഞല്ലേ? ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്തതായിട്ട് കണ്ണൂരിലേക്ക് ഒന്ന് പോയാലോ. കണ്ണൂർ എന്ന് കേൾക്കുമ്പോൾ തെയ്യങ്ങളുടെ നാടാണ് അല്ലേ. തെയ്യങ്ങളുടെ നാട് എല്ലാവർക്കും അറിയാം, ഒരു മാർക്ക് നേടിയെടുത്തിരിക്കും ആ ക്വസ്റ്റ്യനില്. എന്നാൽ ബാക്കിയുള്ള വിശേഷണങ്ങൾ കൂടി എന്ത് ചെയ്യാ, ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. തിറകളുടെയും തറികളുടെയും നാട്. എന്താണ്? തിറകളുടെയും തറികളുടെയും നാടെന്നറിയപ്പെടുന്നത് കണ്ണൂരാണ് കേട്ടോ. തറി കേട്ടോ. തിറകളുടെയും തറികളുടെയും നാട് ഏതാണ്? കണ്ണൂരാണ്. കേരളത്തിലെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന ജില്ല, കേരളത്തിന്റെ മാഞ്ചസ്റ്റർ ഏതാണ്? കണ്ണൂർ ജില്ലയാണ്. കേരളത്തിന്റെ കിരീടം, ഓക്കെ, കിരീടം, കണ്ണില് കിരീടം എന്ന് ഓർത്ത് വെച്ചിരിക്കുക, ഏതാണ്? കണ്ണൂർ ജില്ലയാണ്. അപ്പൊ ഒന്ന് പറഞ്ഞേ, കണ്ണൂർ ജില്ലയിലെ വിശേഷണങ്ങൾ: തെയ്യങ്ങളുടെ നാട്, തിറകളുടെയും തറികളുടെയും നാട്, കേരളത്തിന്റെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന ജില്ല, കേരളത്തിന്റെ കിരീടം എന്നറിയപ്പെടുന്ന ജില്ല ചോദിച്ചാൽ ഒറ്റ ഉത്തരം കണ്ണൂരാണ്. അപ്പൊ കാസർഗോഡും കഴിഞ്ഞു, കണ്ണൂരും കഴിഞ്ഞു. ഈ ചോദ്യങ്ങൾ ചോദിച്ചാൽ ഇനി നിങ്ങൾ ആൻസർ ചെയ്യുമല്ലോ, ഉറപ്പാണേ. അങ്ങനെയെങ്കിൽ കോഴിക്കോട്ടേക്കൊന്ന് പോകാം. കോഴിക്കോട് എന്ന് കേൾക്കുമ്പോൾ സത്യത്തിന്റെ തുറമുഖം. എന്താണ്? സത്യത്തിന്റെ തുറമുഖം എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ്? കോഴിക്കോടാണ്. ഗസലുകളുടെ നാട്, ശില്പനഗരം എന്നറിയപ്പെടുന്നതും കോഴിക്കോടാണ്. അപ്പൊ ഒന്ന് പറഞ്ഞേ, കോഴിക്കോടിന്റെ അപരനാമങ്ങൾ ഏതൊക്കെയാണ്? സത്യത്തിന്റെ തുറമുഖം, പിന്നെ ഗസലുകളുടെ നാട്, അതുപോലെ തന്നെ ശില്പനഗരം, ഗസലുകളുടെ നാട്, സത്യത്തിന്റെ തുറമുഖം. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു കോഡ് പോലെ കണക്ട് ചെയ്ത് പഠിച്ചു വെച്ചിരിക്കുക. ഗസല്, ഒരു ശില്പത്തിനകത്ത് ഒരു ഗസല് ചൊല്ലുന്നു അല്ലെ, ഗസല് പാടുന്നു, അത് എന്താണ്? തുറമുഖത്ത് ഒരു ശില്പമാണ് എന്നുള്ള രീതിയിൽ എങ്ങനെ വേണമെങ്കിലും സത്യത്തിന്റെ തുറമുഖം, ഓക്കെ, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് കോഡ് വെച്ച് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് പഠിക്കാം. ഒരിക്കലും നമ്മൾ കോഡ് പഠിപ്പിച്ച് തരുന്നതിനേക്കാളും നിങ്ങൾ സ്വയം എന്ത് ചെയ്യണം, ബ്രെയിൻ യൂസ് ചെയ്തുകൊണ്ട് കോഡുകൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോഴേ നിങ്ങളുടെ മനസ്സിൽ അത് നിൽക്കത്തുള്ളൂ. അല്ലാതെ നമ്മളൊരു കോഡ് പഠിപ്പിച്ചു തന്നാൽ ആ കോഡ് നിങ്ങൾ എന്ത് ചെയ്യുമായിരിക്കും, കാണാപ്പാഠം പഠിക്കുകയായിരിക്കും, മറ്റേത് പഠിക്കുന്നത് പോലെ തന്നെ. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ അത്രത്തോളം ഡീപ്പായിട്ട് നിൽക്കത്തില്ല. നിങ്ങൾക്ക് ആ ടൈമിൽ ഓർമ്മ കാണും, പക്ഷെ എക്സാം ഹാളിൽ പോയിരിക്കുന്ന സമയത്ത് അത് ഓർമ്മ കിട്ടത്തില്ല. അതുകൊണ്ട് എപ്പോഴും സ്വന്തമായിട്ട് എന്തെങ്കിലും വാക്കുകൾ തമ്മിൽ കണക്ട് ചെയ്ത് ചിത്രം പോലെ ആക്കാനായിട്ട് ശ്രമിച്ചു നോക്കുക. ചിത്രങ്ങളാണ് നമ്മുടെ ബ്രെയിനിൽ പെട്ടെന്ന് നമുക്ക് റീവൈൻഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെ നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി നമ്മൾ പാലക്കാട്ടേക്ക് പോവാണ്. പാലക്കാട് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന ജില്ല ചോദിച്ചാൽ പാലക്കാടാണ്, കേരളത്തിന്റെ നെല്ലറ. അതുപോലെ തന്നെ കരിമ്പനകളുടെ നാട്, കരിമ്പനകളുടെ നാട് ഏതാണ്? അത് പാലക്കാടാണ് കേട്ടോ. കരിമ്പനകളുടെ നാടെന്ന് ചോദിച്ചാൽ അത് പാലക്കാടാണ്. തൃശ്ശൂരിലേക്ക് പോയാൽ അറിയാം, പൂരങ്ങളുടെ നാടാണ്, ഉത്സവങ്ങളുടെ നാടാണ്. മാത്രമല്ല കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് തൃശ്ശൂരാണ് കേട്ടോ. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം അറിയാം, തൃശ്ശൂരാണ്. ഉത്സവങ്ങളുടെ നാട്, പൂരങ്ങളുടെ നാട് തൃശ്ശൂരാണ്. കിട്ടിയല്ലോ.
ഇനി ഇടുക്കിയിലേക്ക് പോവുകയാണെങ്കിൽ ഇടുക്കി എന്താണ്? കുടിയേറ്റക്കാരുടെ ജില്ലയാണ്. പ്രീവിയസ് ഇയർ ചോദ്യം, ഇതെല്ലാം പ്രീവിയസ് ഇയർ ആണ്. കുടിയേറ്റക്കാർ റീസെന്റ് ചോദിച്ചതാണ്. കുടിയേറ്റക്കാരുടെ ജില്ല എന്നറിയപ്പെടുന്നത് ഏതാണ്? ഇടുക്കിയാണ്. കേരളത്തിന്റെ പഴക്കൂട എന്നറിയപ്പെടുന്നത് കേരളത്തിന്റെ പഴക്കൂട എന്നറിയപ്പെടുന്നത് ഇടുക്കിയാണ്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ കലവറ, സുഗന്ധവ്യഞ്ജനങ്ങളുടെ കലവറ എന്നറിയപ്പെടുന്നതും ഇടുക്കിയാണ്. അപ്പൊ ഒന്ന് പറഞ്ഞേ, ഇടുക്കിയുടെ വിശേഷണങ്ങൾ എന്തൊക്കെയാണ്? കുടിയേറ്റക്കാരുടെ ജില്ല, കുടിയേറ്റക്കാരുടെ ജില്ല, കേരളത്തിന്റെ പഴക്കൂട. എന്താണ്? കേരളത്തിന്റെ പഴക്കൂട. സുഗന്ധവ്യഞ്ജനങ്ങളുടെ കലവറ, സുഗന്ധവ്യഞ്ജനങ്ങളുടെ കലവറ എന്നൊക്കെ അറിയപ്പെടുന്നത് ഇടുക്കിയാണ്. ഇനി കോട്ടയത്തേക്ക് പോകാം. കോട്ടയം പ്രസിദ്ധീകരണങ്ങളുടെ ജില്ലയാണ് അല്ലെ? പ്രസിദ്ധീകരണങ്ങളുടെ ജില്ല. ചുമർ ചിത്ര നഗരം, ചുമർ ചിത്ര നഗരം എന്നറിയപ്പെടുന്നത് കോട്ടയമാണ്. അക്ഷര നഗരം എന്നറിയപ്പെടുന്നത് കോട്ടയമാണ്. 3 എല്ലുകളുടെ നഗരം എന്നറിയപ്പെടുന്നതും എന്താണ്? കോട്ടയമാണ്. ലേക്സ് ലെറ്റർ ലാറ്റക്സ് എന്നാണ് എന്ത്? 3 എല്ല് കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇനി മീനച്ചിലാറിന്റെ പട്ടണം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ജില്ല ഏതാണ്? മീനച്ചിലാറിന്റെ പട്ടണം, അതും കോട്ടയമാണ് കേട്ടോ. അപ്പൊ ഒന്ന് പറഞ്ഞേ, കോട്ടയത്തിന്റെ വിശേഷണങ്ങൾ ഒന്ന് പറഞ്ഞേ. പ്രസിദ്ധീകരണങ്ങളുടെ ജില്ല, ചുമർ ചിത്ര നഗരം, അക്ഷര നഗരം, 3 എല്ലുകളുടെ നഗരം, മീനച്ചിലാറിന്റെ പട്ടണം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ജില്ല എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താ പറയേണ്ടത്? കോട്ടയമാണ്. ഓക്കെ, ദെൻ ആലപ്പുഴ. ആലപ്പുഴ കിഴക്കിന്റെ വെനീസ്, ജലോത്സവങ്ങളുടെ നാട്, രാജാ കേശവദാസിന്റെ പട്ടണം. കണ്ടോ എന്തൊക്കെയാണ് ആലപ്പുഴ ജില്ലയുടെ വിശേഷണങ്ങൾ ഒന്ന് പറഞ്ഞേ. കിഴക്കിന്റെ വെനീസ്, ജലോത്സവങ്ങളുടെ നാട്, രാജാ കേശവദാസിന്റെ പട്ടണം. മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇനി പത്തനംതിട്ടയിലേക്ക് പോകാം. പത്തനംതിട്ട എന്ന് കാണുമ്പോൾ ആരാധനാലയങ്ങളുടെ ജില്ലയാണ് അല്ലെ? ആരാധനാലയങ്ങളുടെ ജില്ല. പടയണിയുടെ നാടാണ്, പടയണിയുടെ നാട്. കേരളത്തിന്റെ തീർത്ഥാടന തലസ്ഥാനം എന്നറിയപ്പെടുന്ന ജില്ല, കേരളത്തിന്റെ തീർത്ഥാടന തലസ്ഥാനം എന്നറിയപ്പെടുന്ന ജില്ല ചോദിച്ചാലും ഉത്തരം എന്താ പറയേണ്ടത്? അത് പത്തനംതിട്ടയാണ്. മനസ്സിലായോ? അപ്പൊ പത്തനംതിട്ട എന്ന് കേട്ട് കഴിഞ്ഞാൽ ആരാധനാലയങ്ങളുടെ ജില്ലയാണ്, പടയണിയുടെ നാടാണ്, പിന്നെ കേരളത്തിന്റെ തീർത്ഥാടന തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ശബരിമലയ്ക്ക് ഇവിടെ അല്ലേ? അപ്പൊ തീർത്ഥാടന തലസ്ഥാനം എന്നറിയപ്പെടുന്നത് പത്തനംതിട്ടയാണ്. മനസ്സിലായോ? സാംസ്കാരിക തലസ്ഥാനവും തീർത്ഥാടന തലസ്ഥാനവും തമ്മിൽ മാറിപ്പോകരുത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി തിരുവനന്തപുരം എന്ന് കേൾക്കുമ്പോൾ പ്രതിമകളുടെ നഗരം എന്നറിയപ്പെടുന്നത്, പ്രതിമകളുടെ നഗരം തിരുവനന്തപുരമാണ്. നിത്യഹരിത നഗരം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച നഗരം ഏതാണെന്ന് ചോദിച്ചാലും ഉത്തരം നമ്മൾ എന്താ പറയേണ്ടത്? തിരുവനന്തപുരം ജില്ലയാണ് കേട്ടോ. അപ്പൊ ഒന്ന് പറഞ്ഞേ, തിരുവനന്തപുരം പ്രതിമകളുടെ നഗരമാണ്, മാത്രമല്ല നിത്യഹരിത നഗരം എന്ന് ആര് വിശേഷിപ്പിച്ചു? ഗാന്ധിജി വിശേഷിപ്പിച്ചു. ഏത് ജില്ലയെ? തിരുവനന്തപുരം ജില്ലയെ. ഓക്കെ, അപ്പം കിട്ടിയല്ലോ. തിരുവനന്തപുരത്തെ പ്രതിമകളുടെ നഗരം, നിത്യഹരിത നഗരം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച നഗരമാണ്. ഓക്കെ, ഇനി കേരളത്തിന്റെ ഊട്ടി എന്നറിയപ്പെടുന്ന ജില്ല ഏതെന്ന് ചോദിച്ചാൽ, നോക്കൂ, ജില്ല ഏതെന്ന് ചോദിച്ചാലാണ് നമ്മൾ എന്ത് പറയേണ്ടത്? വയനാട് എന്ന് പറയേണ്ടത് കേട്ടോ. കേരളത്തിന്റെ ഊട്ടി എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ്? വയനാടാണ്. ഇനി കശുവണ്ടി വ്യവസായത്തിന്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്ന ജില്ല എല്ലാവർക്കും അറിയാലോ. കൊല്ലം ജില്ലയാണ്. എന്താണ്? കൊല്ലം ജില്ലയാണ് കശുവണ്ടി വ്യവസായത്തിന്റെ ഈറ്റില്ലം എന്ന് അറിയപ്പെടുന്നത്. മനസ്സിലായോ? ക്ലിയർ ആണോ? അപ്പോൾ ഇത്രയും അപരനാമങ്ങൾ, ജില്ലകളുടെ അപരനാമങ്ങൾ എന്ത് ചെയ്യണം? നല്ല വൃത്തിയായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. എവിടെയെങ്കിലും എഴുതി വെക്കുക. ഈ ക്ലാസ് കേൾക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. എഴുതിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക? ഇത് എഴുതി വെച്ച് പഠിക്കുക. ഒരു ദിവസം ഒരു 2 ജില്ലകളെ വെച്ച് പഠിച്ചു പോയാൽ മതി. ഓക്കെ, അപ്പം 3-ാമത്തെ ദിവസം അല്ലെങ്കിൽ 2-ാമത്തെ ദിവസം അടുത്ത ജില്ലയെ പഠിക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യണം? ആദ്യം പഠിച്ച 2 ജില്ലകൾ ഓർമ്മയുണ്ടോ എന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കണം. കിട്ടുന്നില്ലെങ്കിൽ ജസ്റ്റ് ബുക്ക് തുറന്ന് നോക്കിയിട്ട് അത് പഠിച്ചതിന് ശേഷം ഒന്നും കൂടെ ഓർത്തെടുത്തതിന് ശേഷം മാത്രം അടുത്ത ജില്ലയിലേക്ക് പോവാം. എല്ലാ ജില്ലകളും കൂടെ ഒരുമിച്ച് പഠിക്കാനിരുന്നാലായിരിക്കും നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നത്, തിരിഞ്ഞു പോകുന്നത്, സമയം ഒരുപാട് എടുക്കുന്നത്. പക്ഷേ നിങ്ങൾ മറ്റുള്ള ടോപ്പിക്സ് പഠിക്കുന്നതിനിടയിലായിട്ട് ഇതേപോലുള്ള ഒരുപാട് കാര്യങ്ങൾ വരുന്ന കാര്യങ്ങൾ എന്ത് ചെയ്താൽ മതി? കൺഫ്യൂഷൻ ആകുന്ന കാര്യങ്ങൾ കുറച്ച് വീതം സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ എന്നും തങ്ങി നിൽക്കും, ഓർമ്മയിൽ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ക്യാപ്സ്യൂൾസിന്റെ ഒക്കെ ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട് അതൊക്കെ കാണുമ്പോൾ. അതാണ് വീണ്ടും നമ്മൾ ക്യാപ്സ്യൂൾസ് വീണ്ടും നല്ല ടോപ്പിക്സുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. അപ്പോൾ തുടർന്നും ഈ ഒരു സപ്പോർട്ടും ഈ ഒരു ഇത് എല്ലാം നമ്മൾ പ്രതീക്ഷിക്കുന്നു. സോ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്